നേരത്തെ ജനകീയ സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ ഭാഗമായ KK ശൈലജ മത്സരിക്കുന്നത് ഇത്തവണ വടകരയിലാണ്. വടകരയ്ക്ക് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. കോലി ബീഗ് എന്ന ചരിത്രം വടകരയ്ക്കുണ്ട്. കോൺഗ്രസും BJPയും ലീഗും ഒരുമിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും അന്ന് വടകരയിൽ നിന്ന് ജയിച്ചു പോയത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ഉണ്ണികൃഷ്ണൻ. പിന്നീട് ഉണ്ണികൃഷ്ണൻ UDF-ലെത്തിയപ്പോൾ O ഭരതനായിരുന്നു എതിരാളി. O ഭരതൻ അന്ന് ജയിച്ചു കയറിയത് 1,00,000-ൽ പരം വോട്ടുകളുടെ ബലത്തിൽ. അതിനുശേഷം വടകര എല്ലാ കാലവും LDF-ന് കൂടെ നിൽക്കുന്ന മണ്ഡലമാണ് എന്ന് എല്ലാവരും കരുതി. പിന്നീട് വടകരയുടെ സ്വഭാവം മാറി. TP ചന്ദ്രശേഖരൻ വധം LDF-ന് കനത്ത ആഘാതമായി മാറി. ആ വധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ വടകര പിടിച്ചടക്കണം എന്നുള്ളത് LDF-ന്റെ ആവശ്യമാണ്. KK ശൈലജയെ സ്ഥാനാർത്ഥിയായി നിർത്തിയതും അതുകൊണ്ട് തന്നെ. പക്ഷെ മറുഭാഗത്തെ സ്ഥാനാർത്ഥിയെ കൂടി നമ്മൾ ഓർക്കണം. ഷാഫി പറമ്പിലാണ് മറുഭാഗത്തെ സ്ഥാനാർത്ഥി. വടകര മുസ്ലിം സമുദായത്തിന് മുന്നോക്കമുള്ള പ്രദേശമാണ്. വടകര മുസ്ലിം സമുദായത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. പക്ഷേ വടകരയിലെ മുസ്ലിങ്ങൾ ഏകദേശം ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ ശൈലജയെ അട്ടിമറിക്കുമോ എന്ന ഒരു ചോദ്യത്തിന് വലിയൊരു പ്രസക്തി ഉണ്ടാകും. ഇനി K മുരളീധരൻ എന്തുകൊണ്ട് വടകര ഉപേക്ഷിച്ചു എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. K മുരളീധരന് വടകര ഉപേക്ഷിക്കാൻ ഉള്ള ചേതോവികാരം നൽകിയത് ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വമാണ്. ശൈലജ ടീച്ചർ ഡൊണാൾഡ് ട്രംപ് ഈ ഹിസ്ബുള്ളയെ കുറിച്ച് പറഞ്ഞതുപോലെ സ്മാർട്ടാണ്. അവർ കൃത്യമായി അവരുടേതായ വോട്ടുകൾ പെട്ടിയിലാക്കാൻ അവർക്ക് സാധിക്കും. മാത്രമല്ല അവർക്ക് ഒരുപാട് ബന്ധങ്ങൾ വടകരയിലുണ്ട്. കഴിഞ്ഞ തവണ P. ജയരാജൻ നിന്നപ്പോൾ വടകരയിൽ P. ജയരാജനുള്ള ബന്ധങ്ങൾ കുറവായിരുന്നു. മാത്രമല്ല TP വധത്തിൻ്റെ ഒരു പ്രതി എന്ന നിലയിലാണ് P. ജയരാജനെ കോൺഗ്രസുകാർ അവിടെ അവതരിപ്പിച്ചത്. P. ജയരാജൻ മുരളീധരനോട് വൻപിച്ച ഭൂരിപക്ഷത്തിൽ തോറ്റു. ഇത്തവണ മുരളീധരനല്ല അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു UDF. ഈ ന്യൂനപക്ഷ വോട്ടുകൾ എന്നും വടകരയിൽ UDF-ന്റെ ബലപരീക്ഷണമായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളിലൂടെ UDF ജയിച്ച ചരിത്രം വടകരയിൽ ഇല്ല. പക്ഷെ ഇത്തവണ വടകരയിൽ UDF-ന് പിന്നിൽ ഉറച്ച കാരിരുമ്പ് കോട്ട പോലെ KK രമയും TP-യുടെ വിധവ വേണുകൊണ്ട് RMP നേതാക്കളുണ്ട്. അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങും എന്നതും ഉറപ്പാണ്. വടകര അംഗത്തിൽ ജയിക്കുന്നതാര് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ശൈലജ ടീച്ചർ. പക്ഷേ വടകര അംഗം അല്പം കട്ടിയാണ്.